നമ്മൾ സെൻറ്റൻസസ് യൂസ് ചെയ്യാറുണ്ട്. വെൻ വി റീഡ് സംതിങ്, വെൻ വി റൈറ്റ് സംതിങ്, വെൻ വി സ്പീക്ക് സംതിങ്, വി ആർ യൂസിങ് സെൻറ്റൻസസ്, റൈറ്റ്? എന്താണ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ? എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് കംപ്ലീറ്റ് സെൻസ് ഓർ കംപ്ലീറ്റ് മീനിങ്, വി കൻ കോൾ ദാറ്റ് ആസ് എ സെൻറ്റൻസ്. മീനിങ് ആയിട്ടുള്ള ഒരു കൂട്ടം വേർഡ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൻറ്റൻസ് എന്ന് വിളിക്കാം. സോ ഇത്തരം സെൻറ്റൻസസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്പ് us to or enable us to understand each other's thoughts and ideas, അല്ലേ? പരസ്പരം ആശയവിനിമയം നടത്തുന്നത് സെൻറ്റൻസസിലൂടെയാണ്. സോ ഓൾ ദീസ് കംപ്ലീറ്റ് സെൻറ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 2 parts. വേറൊരു രീതി പറയുകയാണെങ്കിൽ സെൻറ്റൻസസിനെ രണ്ട് മെയിൻ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ മെയിൻ പാർട്സ് ആണ് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സെൻറ്റൻസസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 parts. ഏതൊക്കെയാണവ? സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. എന്താണ് സബ്ജക്റ്റ് എന്നും എന്താണ് പ്രെഡിക്കേറ്റ് എന്നും നോക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എവറി സെൻറ്റൻസ് ഹാസ് 2 parts, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. വെൻ വി മേക്ക് എ സെൻറ്റൻസ് വി നെയിം സം പേഴ്സൺ ഓർ തിങ്, അല്ലേ? ഒരു വസ്തുവിനെ കുറിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളെ കുറിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. സോ ദ നെയിമിംഗ് പാർട്ട് ഓഫ് ദാറ്റ് സെൻറ്റൻസ് ഈസ് കോൾഡ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ആൻഡ് വി ഹാവ് സംതിങ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ് പേഴ്സൺ ഓർ തിങ്, റൈറ്റ്? സോ ദ റെസ്റ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഈസ് കോൾഡ് the predicate. The part which names the person or thing we are speaking about, this is called the subject, and the part which tells something about the subject is called the predicate of the sentence. In other words, subject tells who or what the sentence is about. സബ്ജക്റ്റ് ഈ സെൻറ്റൻസ് ഏതിനെ കുറിച്ചാണോ ആരെക്കുറിച്ചാണ് എന്നുള്ളത് ക്ലിയർ ചെയ്യുകയാണ് ആര്? സബ്ജക്റ്റ്. അതേസമയം പ്രെഡിക്കേറ്റോ ടെൽസ് വാട്ട് ദ സബ്ജക്റ്റ് ഡസ് ഓർ ഈസ്. സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആരാണ്, അല്ലെങ്കിൽ എന്താണ്, അതിൻ്റെ മോർ ഡീറ്റെയിൽസ്, സബ്ജക്റ്റിൻ്റെ മോർ ഡീറ്റെയിൽസ് ആര് തരുന്നു? പ്രെഡിക്കേറ്റ് ഓഫ് ദ സെൻറ്റൻസ്. സോ സബ്ജക്റ്റ് ടെൽസ് ഹൂ ഓർ വാട്ട് ദ സെൻറ്റൻസ് ഈസ് അബൌട്ട്. പ്രെഡിക്കേറ്റ് ടെൽസ് വാട്ട് ദ സബ്ജക്റ്റ് ഡസ് ഓർ ഈസ്. See some examples. എക്സാമ്പിൾസിലൂടെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. The sun was shining brightly. Here the sun is the subject of this sentence. Was shining brightly is the predicate of the sentence. And the next one, the dogs were barking loudly. The dogs is the subject of the sentence. Were barking loudly is the predicate of the sentence. Ram is dancing. Here Ram is the subject, is dancing is the predicate. She is a teacher. She is the subject, is dancing is the predicate of the sentence. ഇനി ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഈസി മെത്തേഡുണ്ട്. ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് യു ഹാവ് ടു ഐസൊലേറ്റ് ദ വേർബ് ആൻഡ് ദെൻ മേക്ക് എ ക്വസ്റ്റ്യൻ ബൈ പ്ലേസിങ് ഹൂ ഓർ വാട്ട് ബിഫോർ ഇറ്റ്. ഒരു വേർബിനെ ഐസൊലേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുന്നിൽ ഹൂ ഓർ വാട്ട് ആഡ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക. സോ ദ ആൻസർ വിൽ ബി ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഹിയർ സീ ദീസ് എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് വൺ, ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദ worm. Here which is the verb of the sentence? Catches, right? Before that we can add the question word who. Who catches the worm? The answer will be the early bird, right? So the early bird is the subject of the sentence. And the next one, all roads led to Rome. Here what led to Rome? Answer is all roads, right? So the all roads is the subject of the sentence. സോ ഈ ഒരു രീതിയിൽ നമുക്ക് സബ്ജക്റ്റിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ്? വേർബിനെ ഐസൊലേറ്റ് ചെയ്യുക, എന്നിട്ട് വേർബിൻ്റെ മുന്നിൽ ഹൂ ഓർ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ദ ആൻസർ വിൽ ബി ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഓക്കെ, ദെൻ ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ് യൂഷ്വലി കംസ് ഫസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക, അല്ലെ? ഒരു സെൻറ്റൻസിൽ ഫസ്റ്റ് തന്നെ ആരുണ്ടാവും? സബ്ജക്റ്റ് ഉണ്ടാവും. ബട്ട് ഒക്കേഷണലി ഇറ്റ് ഈസ് പുട്ട് after the predicate. For example, here come the bus. Sweet are the uses of adversity. And മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇൻ ഇമ്പരേറ്റീവ് സെൻറ്റൻസസ് ദ സബ്ജക്റ്റ് ഈസ് ലെഫ്റ്റ് ഔട്ട്. സബ്ജക്റ്റ് ഈസ് ലെഫ്റ്റ് ഔട്ട്. ഫോർ എക്സാമ്പിൾ, സിറ്റ് ഡൗൺ. ഹിയർ ദ സബ്ജക്റ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, റൈറ്റ്? സിറ്റ് ഡൗൺ. You
Here the subject you is understood. You sit down എന്ന് പറയേണ്ട കാര്യമില്ല. അതിന് പകരം sit down എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. അതുപോലെ താങ്ക് ഹിം, യു താങ്ക് ഹിം എന്ന് എടുത്ത് പറയേണ്ട സബ്ജക്റ്റ് സെപ്പറേറ്റ് എടുത്ത് പറയേണ്ട കാര്യമില്ല. താങ്ക് ഹിം, ദാറ്റ്സ് എനഫ്. സോ ഇൻ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ദ സബ്ജക്റ്റ് വിൽ ബി ലെഫ്റ്റ് ഔട്ട്. സോ ബേസിക്കായിട്ട് ഇത്രയും കാര്യം മാത്രമേ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളൂ. Hope all of you understood.